ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 175ാമത്തെ ഭാഗത്തേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ക്ലാസ് ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദാണ്. ഇന്നത്തെ കോർഡിനേറ്റർ ശ്രീമതി ഗീത പത്മനാഭനാണ്. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുകയും അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നും പ്രിയദർശിനിയാണ്. അപ്പോൾ പ്രിയദർശിനി ഗീത ഓങ്കാരം പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പറയുമ്പോൾ വീഡിയോ ഓൺ ചെയ്ത് പിന്നെ പറഞ്ഞു തുടങ്ങിക്കോളൂ കേട്ടോ. സായിരാം. സായിരാം. അല്ലേ ഗീത? കേൾക്കുന്നില്ലേ? സ്റ്റാർട്ട്. കേൾക്കുന്നുണ്ടോ? സായിരാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ആ പ്രിയ, ഞാൻ 3 ഓംകാരവും 3 സായി ഗായത്രിയും ഞാൻ ചൊല്ലിക്കഴിയുമ്പോൾ വീഡിയോ ഓൺ ചെയ്തിട്ട് വാണി വായിക്കാൻ തുടങ്ങണം. പ്രിയ കേൾക്കുന്നുണ്ടോ? വാണി വായിച്ചു കഴിയുമ്പോൾ അനുഭവങ്ങൾ പറയാം. തുടർന്ന് തന്നെ പറയാം അല്ലേ? അതെ. അത് കഴിയുമ്പം ഒരു സ്വാമിയുടെ ഒരു പ്രസന്റേഷൻ ഉണ്ട്, ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ഭജന പാടണം. ശരി. ശരി. ഓം 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 സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. വായിച്ചോളൂ പ്രിയ. വീഡിയോ ഓൺ ചെയ്തിട്ട് വായിക്കാൻ തുടങ്ങണേ. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ അവതാരവാണി. ഭക്തിയാൽ ഹൃദയം നിറയ്ക്കൂ. പ്രേമസ്വരൂപരെ, മനുഷ്യൻ സ്വഭാവേന പവിത്രനാണ്. പക്ഷേ സത്സംഗം കൊണ്ടോ ദുസ്സംഗം കൊണ്ടോ അവൻ നല്ലവനോ ദുഷ്ടനോ ആയിത്തീരുന്നു. ഒരു കഷ്ണം ഇരുമ്പ് മണ്ണിൽ കുഴിച്ചിട്ടാൽ തുരുമ്പ് പിടിക്കുന്നു. പക്ഷെ അതേ തുരുമ്പ് തീയിൽ ചുടുമ്പോൾ അതിലെ തുരുമ്പ് നഷ്ടമാകുന്നു. അത് തിളങ്ങും, മൃദുവാകും. അതുപോലെ കാറ്റ് വീശുമ്പോൾ ആകാശം പൊടിപടലം കൊണ്ട് മൂടുന്നു. പക്ഷെ മഴ പെയ്യുമ്പോൾ പൊടിപടലം താഴേക്ക് വീഴുന്നു. സത്സംഗം ഉന്നതിയേകും. പൊടിപടലത്തിന് പറക്കുവാൻ ചിറകുകളോ വീഴുന്നതിന് പാദങ്ങളോ ഇല്ല. സംസർഗത്തിന്റെ സ്വാധീനം കൊണ്ടാണ് അത് ഉയരുന്നതും കുഴിയിലേക്ക് വീഴുന്നതും. നിങ്ങൾക്ക് തിന്മയോ നന്മയോ സംഭവിക്കുന്നതും ദുഷ്ട സംസർഗത്തിന്റെയോ സജ്ജന സംസർഗത്തിന്റെയോ സ്വാധീനം കൊണ്ട് മാത്രമാണ്. അതിനാലാണ് ആദിശങ്കരൻ പ്രസ്താവിച്ചത് സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. സജ്ജന സംഘം നിസ്സംഗതയിലേക്ക് നയിക്കുന്നു. നിസ്സംഗത മോഹങ്ങൾ അകറ്റുന്നു. മോഹങ്ങളിൽ നിന്നുള്ള മുക്തി നിശ്ചല തത്വത്തിലേക്ക് നയിക്കുന്നു. നിശ്ചല തത്വം തന്നെ മോക്ഷം. സജ്ജനങ്ങളുമായി സമ്പർക്കത്തിലാകുമ്പോൾ പവിത്രതയും ദിവ്യത്വവും ലഭിക്കുന്നു. ദുഷ്ടജനങ്ങളുമായിട്ടാണ് കൂട്ടെങ്കിൽ ദുശ്ചിന്തകൾക്ക് അടിമപ്പെടുന്നു. ദുരുദ്ദേശങ്ങൾക്ക് വശങ്കതരാകുന്നു. സ്വഭാവം ദുഷിക്കുന്നു. ഇവയെല്ലാം നിങ്ങളെ ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ
പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് മനുഷ്യത്വം പരിപോഷിപ്പിക്കുന്നതിനായി സജ്ജന സമ്പർക്കം അത്യാവശ്യമാണ്. സജ്ജന സംസർഗം മനുഷ്യനെ ദൈവിക തലത്തിലേക്ക് ഉയർത്താൻ പോലും പര്യാപ്തമാണ്. മറിച്ച് ദുഷ്ടന്മാരുമായുള്ള കൂട്ടുകൂടുകയാണെങ്കിൽ മൃഗങ്ങളുടെ തലത്തിലേക്ക് അധപ്പതിച്ചു പോകുന്നു. ദിവ്യത്വം മനുഷ്യത്വത്തെക്കാൾ ഉയർന്നതും മൃഗീയത്വം അധമവുമാണ്. മനുഷ്യത്വം ഇവ രണ്ടിന്റെയും ഇടയ്ക്കാണ്. അതിനാൽ മനുഷ്യത്വത്തെ ദിവ്യത്വത്തിന്റെ തലത്തിലേക്ക് ഉയർത്താൻ പരിശ്രമിക്കണം. ഉയർന്ന തലത്തിലേക്ക് കയറുക ദുഷ്കരമാണ്, അധപതിക്കാൻ വളരെ എളുപ്പം. അധപതിക്കുന്നതിന് പ്രത്യേക പരിശ്രമങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. വിദ്യാഭ്യാസ സംസ്കാരത്തിന് എങ്ങനെ ഹൃദയം പവിത്രമാക്കാം? ഇരുമ്പ് ചൂടുമ്പോൾ തിളക്കമുള്ളതും മൃദുവുമാകുന്നത് പോലെ തന്നെ സത്സംഗത്താൽ നിങ്ങളുടെ ഹൃദയം പരിശുദ്ധവും പവിത്രവുമാകുന്നു. പഴുത്ത ഇരുമ്പിൽ നിന്ന് പൊടിയും തുരുമ്പും മാറുന്നു, അത് വളരെ മൃദുവാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആകൃതിയിൽ ഇരുമ്പ് രൂപപ്പെടുത്താം. അതേപോലെ സജ്ജനങ്ങളുമായി കൂട്ടുകൂടുമ്പോൾ ഏത് ജീവിത പരീക്ഷണത്തെയും അഭിമുഖീകരിക്കാൻ കെൽപ്പുള്ള വ്യക്തിത്വം നിങ്ങൾക്ക് വാർത്തെടുക്കാൻ സാധിക്കും. ഇതിനെയാണ് സംസ്കാര പ്രക്രിയ എന്ന് പറയുന്നത്. എല്ലാവരും ഇതിന് ശ്രമിക്കണം. എന്താണ് സംസ്കാരം? ദുർഗുണങ്ങളെ ത്യജിക്കുന്നതും സദ്ഗുണങ്ങളെ പരിപോഷിപ്പിക്കുന്നതുമാണ് സംസ്കാരം. ലോകത്തിൽ വളരെയധികം സാധനങ്ങൾ അവയുടെ സഹജാവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയും. അരിയും പയറുവർഗ്ഗങ്ങളും മറ്റ് ഭക്ഷ്യ സാധനങ്ങളും നിങ്ങൾ ഭക്ഷിക്കുന്നു. പക്ഷേ അവയൊന്നും അവയുടെ അസംസ്കൃത രൂപത്തിലല്ല ഭക്ഷിക്കുന്നത്. അരി ആദ്യം നെല്ലായിരുന്നു. നെല്ല് പതിരിൽ നിന്നും വേർപെടുത്തി ഉമി കളഞ്ഞ് എടുക്കുന്നു. അരി പിന്നീട് വേവിച്ചെടുക്കുന്നു. അപ്പോൾ മാത്രമാണ് അത് ഭക്ഷ്യയോഗ്യമാകുന്നത്. സ്വർണമാകട്ടെ, വെള്ളിയാകട്ടെ, വജ്രമാകട്ടെ, അവയുടെ സ്വാഭാവിക അവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. കാരണം അവ അപ്പോൾ മറ്റു ലോഹങ്ങളുമായി കൂടിക്കലർന്ന അവസ്ഥയിലാണ്. ശുദ്ധീകരണ പ്രക്രിയകൾക്ക് വിധേയമാകുമ്പോഴാണ് പരിശുദ്ധ സ്വർണവും വെള്ളിയും ലഭ്യമാകുന്നത്. അപ്പോഴേ ആഭരണങ്ങൾ നിർമ്മിക്കാൻ സാധിക്കൂ. ഉദാഹരണമായി ഈ വസ്ത്രം തന്നെ എടുക്കൂ. പഞ്ഞിയിൽ കുരുവും മറ്റ് പല മലിന വസ്തുക്കളും ഉണ്ട്. കുരുവെല്ലാം പഞ്ഞിയിൽ നിന്ന് മാറ്റിക്കളഞ്ഞ ശേഷം അതുകൊണ്ട് നൂലുണ്ടാക്കി ആ നൂല് നെയ്താണ് വസ്ത്രം ഉണ്ടാക്കുന്നത്. ഈ രീതിയിൽ പഞ്ഞി പലമാതിരി പ്രക്രിയയിൽ കൂടി പോയതിനു ശേഷമാണ് അവസാനം വസ്ത്രമായി മാറുന്നത്. അതായത് സകലതും സംസ്കാര പ്രക്രിയകളിൽ കൂടി കടന്നു പോകേണ്ടതുണ്ട്. വിദ്യാഭ്യാസത്തിനോടൊപ്പം സംസ്കാരവും വളരെ അത്യാവശ്യമാണ്. സംസ്കാര പ്രക്രിയ കൂടാത്ത വിദ്യാഭ്യാസമേ അല്ല. ആധുനിക വിദ്യാഭ്യാസം ഫലശൂന്യമായ വാദപ്രതിവാദങ്ങൾക്കും യുക്തിവാദങ്ങൾക്കുമുള്ള ശക്തി നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. പല വിദ്യാർത്ഥികളും വിദ്യാഭ്യാസം ജീവിതമാർഗം നേടാനുള്ള ഉപാധിയായി കരുതുന്നു. പക്ഷേ വിദ്യാഭ്യാസം ഉദരപൂരണത്തിന് ആയി മാത്രമല്ല. കൃഷി വയറു നിറയ്ക്കാനുള്ള മാർഗമാണ്. വിദ്യാഭ്യാസം ജ്ഞാനസമ്പാദനത്തിനായിട്ടുള്ളതാണ്. പക്ഷേ ആധുനിക വിദ്യാഭ്യാസം മനുഷ്യനെ തിന്മയുടെ പാതയിലേക്ക് നയിക്കുന്നു. മനുഷ്യ ജീവിതത്തിന് 2 നിർണായക ഘട്ടങ്ങളുണ്ട്. 1 ജീവനോപാധി, 2 ജീവിത പരമാവധി, അന്തിമ ലക്ഷ്യം. ജീവനോപാധിയോടെ ഒപ്പം ജീവിത ലക്ഷ്യത്തെ കുറിച്ച് കൂടി ചിന്തിക്കണം. നമ്മൾ കുറേ വർഷങ്ങൾ ജീവിച്ചേക്കാം, പക്ഷെ അവസാനം മരണമടിഞ്ഞേ തീരൂ. മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം ഇതല്ല. മാതൃകാ ജീവിതം നയിക്കാനും മറ്റുള്ളവർക്ക് സ്വജീവിതം മാതൃകയാക്കാനുമാണ് മനുഷ്യജന്മം. ആദർശപരമായി ജീവിക്കണം. ആദർശങ്ങൾക്ക് ഒരിക്കലും നാശമില്ല. അവ അനശ്വരങ്ങളാണ്. ഓരോ തലമുറയും ഈ ആദർശങ്ങളെ അനുകരിക്കും. അതിനാൽ ആദർശ ജീവിതം നയിക്കേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാർത്ഥികൾ ഉന്നതാദർശങ്ങൾ ജീവിതത്തിൽ പ്രയോഗിച്ച് കാണിച്ചു കൊടുക്കണം. ബിരുദം ലഭിച്ചു കഴിഞ്ഞാൽ ഉയർന്ന വിദ്യാഭ്യാസം നേടി എന്ന അഹന്ത പിടികൂടുന്നു. അഹന്ത, പൊങ്ങച്ചം, അസൂയ എന്നീ ദുർഗുണങ്ങൾ ബാധിച്ചാൽ പിന്നെ അയാളെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത്തരക്കാർ വീട്ടിൽ ബഹുമാനിക്കപ്പെട്ടേക്കാം. തലവനെ ഗ്രാമത്തിലുള്ളവർ ആദരിക്കും. രാജാവിനെ ആ രാജ്യത്തിലുള്ളവർ ബഹുമാനിച്ചേക്കാം. പക്ഷേ സംസ്കാരമുള്ള വ്യക്തിയെ ലോകം മുഴുവൻ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പരിഷ്കാരവും സംസ്കാരവും നേടണം. ഭാരതീയ സംസ്കാരം സംരക്ഷിക്കാൻ വിദ്യാർത്ഥികൾ പരിശ്രമിക്കണം. അതുപോലെ മറുനാടുകളിലെ ജനത സ്വന്തം രാജ്യത്തെ സംസ്കാരത്തെ സംരക്ഷിക്കണം. ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ഉദ്ദേശവും ലക്ഷ്യവും. പുണ്യാത്മാക്കളെ സേവിക്കണം. മാതാപിതാക്കളെയും അധ്യാപകരെയും
ഗുരുജനങ്ങളെയും ബഹുമാനിക്കുകയും സേവിക്കുകയും വേണം. അവരുടെ ആവശ്യങ്ങൾ തക്ക സമയത്ത് സാധിച്ചു കൊടുക്കണം. ഗുരുജനങ്ങളെ ധിക്കരിക്കുകയും മാതാപിതാക്കളെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ എന്തൊക്കെ സാധന ചെയ്താലും അതെല്ലാം നിഷ്ഫലമാവും. അത് സാധനയേയല്ല. ഈശ്വരൻ അത്തരം ആരാധന സ്വീകരിക്കുകയില്ല, അംഗീകരിക്കുകയുമില്ല. നിങ്ങൾ ഈശ്വരനെ ആരാധിക്കുകയും അതേസമയം മറ്റു ജീവികളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് ഈശ്വരന് ഇഷ്ടമല്ല. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. എല്ലാവരും തുല്യരാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പക്ഷേ നിങ്ങളുടെ തന്നെ നന്മയ്ക്ക് ചില നിയമങ്ങൾ പാലിക്കണം. നശ്രേയോ നിയമം വിന, അച്ചടക്കമില്ലാത്ത ശ്രേയസില്ല. ദുസ്വഭാവമുള്ളവരുമായി യാതൊരു ഇടപാടിനും പോകരുത്. എങ്കിലും എല്ലാവർക്കും നമസ്കാരം പറയണം. കാരണം സർവജീവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആരെ നമസ്കരിച്ചാലും അത് ഈശ്വരനിൽ എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ ഇതും കൂടി മനസ്സിലാക്കുക. സർവജീവ തിരസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആരെ വെറുത്താലും അതും ഈശ്വരനിൽ തന്നെ എത്തിച്ചേരുന്നു. ജയ് സായിരാം. മോളെ ഇനി അനുഭവം പറഞ്ഞോളൂ പ്രിയ. സായിരാം. ഭഗവാന്റെ തൃപ്പാദാരവിന്ദങ്ങളിൽ കോടി കോടി സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇവിടെ ഈ സത്സംഗം ശ്രവിക്കാനായിട്ട് നമ്മുടെ കൂടെയുള്ള എല്ലാ സായി സഹോദരി സഹോദരന്മാർക്കും എന്റെ വിനീതമായ സായിരാം. മഞ്ചേരിയിലാണ് ഞങ്ങൾ ജനിച്ച് വളർന്നിട്ടുള്ളത്. ഇപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് തൃശ്ശൂരാണ്. 4-4.5 വയസ്സുള്ളപ്പോഴാണ് സ്വാമിയെ ആദ്യമായിട്ട് ഞങ്ങൾ പുട്ടപ്പർത്തി, എൻ്റെ ഒരു 4.5 വയസ്സ് പ്രായത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് പുട്ടപ്പർത്തിയിൽ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അവിടെ വെച്ച് ഉള്ള ദർശനമൊക്കെ എന്നും നല്ല ഒരു സുന്ദരമായിട്ടുള്ള മണലാണെന്ന്. സായിക്കുൽവന്ത് ഹോളൊന്നും ഇല്ല. ഒരു സ്വാമി എപ്പോൾ വരും എപ്പോൾ പോകും എന്നൊന്നും ആർക്കും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റാത്തൊരു സമയം. ഇടയ്ക്കിടയ്ക്ക് സ്വാമി പുറത്തേക്ക് വരും. അങ്ങനെ സുന്ദരമായ കുറേ ഓർമ്മകളാണ് കുട്ടിക്കാലത്തെ സ്വാമിയുടെ ദർശനങ്ങളും ഒക്കെ. പിന്നെ ഒരു +2 കഴിഞ്ഞ കാലഘട്ടത്തിലാണ് സേവന പ്രവർത്തനങ്ങളിലേക്ക് വളരെയധികം താല്പര്യത്തോടു കൂടി ഞാൻ സമിതികൾ വഴി മുന്നോട്ട് വന്നത്. അന്ന് കോഴിക്കോടായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് വിവാഹശേഷമാണ് തൃശ്ശൂര് സെറ്റിലായത്. തൃശ്ശൂര് സെറ്റിലായതിനു ശേഷം നമ്മൾ തൃശ്ശൂർ സമിതിയിലും ഒക്കെ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഒരുപാട് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ, എനിക്ക് തോന്നുന്നു 2005 കാലഘട്ടം മുതൽ 2011 വരെ വളരെ എന്താ പറയാ, വളരെ വ്യഗ്രതയോടുകൂടി ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാനും ഭഗവാന്റെ ദർശനത്തിനും ഭഗവാന്റെ ഓരോ ദർശനങ്ങൾക്കും വേണ്ടി കൊതിച്ച് ജീവിച്ചിരുന്ന ഒരു കാലം തന്നെയായിരുന്നു അത്. അന്ന് ഭഗവാൻ അനുഗ്രഹിച്ചിരുന്നത് പല യൂത്ത് ക്യാമ്പുകളുടെ രൂപത്തിലായിരുന്നു. കേരളത്തിന് അന്ന് യൂത്ത് ക്യാമ്പുകൾ വളരെ സന്തോഷത്തോടു കൂടി ഭഗവാൻ ഒരുപാട് യുവജനങ്ങളെ അനുഗ്രഹിച്ചിരുന്ന ഒരു സമയമായിരുന്നു അത്. ആ സമയത്ത് പ്രവർത്തനങ്ങൾ അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ജന്മദിനം വരികയുണ്ടായി. ജന്മദിനത്തിൽ എപ്പോഴും നമ്മൾ പൂജാമുറിയിൽ പോയി രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കുറച്ച് ഒരു പ്രായമൊക്കെ ആയതിനു ശേഷം ഭഗവാന്റെ തത്വങ്ങളിലേക്ക് മനസ്സ് കൂടുതൽ ആഴ്ന്നിറങ്ങി ചിന്തിക്കാൻ, ഭഗവാന്റെ അത്ഭുത ലീലകളെക്കാൾ ഉപരി ഭഗവാൻ പറയുന്ന ഉപദേശങ്ങള്, ഭഗവാൻ ജീവിച്ച് കാണിച്ചു തന്ന രീതികൾ, ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് ചിന്തിച്ചു തുടങ്ങിയ ആ സമയത്തിന് ശേഷം ജന്മദിനങ്ങളിൽ ഭഗവാനെ മുമ്പിൽ പോയി നമ്മൾ പൂജാമുറിയിൽ തൊഴുത് നമസ്കരിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ ചോദിക്കാറുണ്ട്. ഇപ്പോ അവതാരവാണിയിൽ സ്വാമി പറഞ്ഞ പോലെ, എന്തിനാണ് ഈ ജീവിതം, ഈ ജന്മം, എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം ഭഗവാൻ തന്നത്, എന്താണ് ഭഗവാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം, എന്താണ് അതിന്റെ അർത്ഥമെന്ന് ചിന്തിക്കാനായിട്ടുള്ള ഒരു ദിവസം കൂടിയായിട്ടാണ് ജന്മദിനത്തെ ഞാൻ പലപ്പോഴും കാണാറുള്ളത്. അപ്പൊ അങ്ങനെ ഭഗവാന് മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ അന്നും ആ ചിന്തകളെല്ലാം മനസ്സിൽ കൂടെ ഓടി. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതകളും ഇല്ലാത്ത ഒരു പിറന്നാളായിരുന്നു. സാധാരണ പോലെ കാര്യങ്ങൾ പോയി. ഉച്ചയ്ക്ക് ഊണും അങ്ങനെ വലിയ പ്രത്യേകതയൊന്നുമില്ല, എന്നാലും ഒരു പ്രത്യേക ദിവസമായ കാരണം ഭഗവാന് മുമ്പിൽ അത് നമ്മൾ എന്താണോ നമുക്ക് ഉണ്ടാക്കിയത് അത് ഭഗവാന് നേദിക്കാൻ ഉള്ള ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ദിവസവും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഞാൻ
ഭഗവാന്റെ മുമ്പിൽ പ്ലേറ്റില് ഊണും എല്ലാം നേദിക്കാൻ വേണ്ടിയിട്ട് പൂജാമുറിയിൽ കൊണ്ട് വെച്ചു. തൊഴുത് എഴുന്നേറ്റപ്പോഴാണ് പെട്ടെന്ന്, സ്വതവേ പല പിറന്നാളുകൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പിറന്നാളുകൾക്ക് ചിലപ്പോൾ മിക്കവാറും ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ നാരായണ സേവയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും സഹായം, എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനം ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ഓർക്കാറുണ്ട്. പക്ഷെ അന്ന് ആ പിറന്നാളിൻ്റെ അന്ന് അങ്ങനെ ഒരു ചിന്തയും അതിനു മുമ്പും വന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പൊ ഊണിന് ഭഗവാനെ നേദിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഭയങ്കര വിഷമം മനസ്സിൽ. അയ്യോ സ്വാമി, ഒന്നും സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് സേവാ പ്രവർത്തനം എന്ന് പറയുന്നത്, സേവനം. അത് എന്ത് രൂപത്തിലായാലും ശരി, നമ്മൾ മനസ്സറിഞ്ഞ് ഭഗവാന് ഒരാളോട് മനസ്സറിഞ്ഞു എന്ന് സംസാരിച്ചാൽ തന്നെ ഭഗവാൻ അത് വലിയ സന്തോഷം, അങ്ങനെ ചെയ്യണമെന്ന് ഭഗവാൻ നിരന്തരം നമ്മളോട് പറയണ ഒരു കാര്യമാണ്. അതുപോലും ഒരു സേവയായിട്ട് സ്വാമി പറയണ, എന്ത് തന്നെ മനസ്സിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്താൽ അത് ഭഗവാൻ സ്വീകരിക്കും. അപ്പൊ അന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഒന്നും തന്നെ ഞാൻ ചെയ്തില്ലല്ലോ സ്വാമി, എവിടെയും ഒന്നും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടില്ല, ആർക്കും ഒന്നും കൊടുത്തില്ലല്ലോ. അപ്പൊ ഉള്ളുരുകി പ്രാർത്ഥിച്ചു, സ്വാമി ഇനി ഒരു അര ദിവസം ബാക്കിയുണ്ടല്ലോ, എന്തെങ്കിലും എനിക്ക് അങ്ങനെ ഒരു അവസരം സ്വാമി എനിക്ക് തരുമോ എന്ന് ഞാൻ ഉള്ളില് തട്ടി പ്രാർത്ഥിച്ചു. നമസ്കരിച്ചു, എഴുന്നേറ്റു. ഊണ് കഴിഞ്ഞ് ഞാനിങ്ങനെ പുസ്തകം വായിക്കുക എന്തൊക്കെയോ ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 2-2:30 മണിയായി കാണും. എൻ്റെ ഫോണിലൊരു കോള് വരികയാണ്. കോള് വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ, ഒരു പ്രൊഫസറാണ്. ആ ചേച്ചി ഇവിടെ തൃശ്ശൂർ ഒരു കോളേജിലെ പ്രൊഫസറാണ്. ഞങ്ങളുടെ നെയ്ബർ അപ്പാർട്ട്മെന്റ്സിലുള്ള ചേച്ചിയാണ്. ആ ചേച്ചി വിളിക്കുകയാണ്. അപ്പം കാഷ്വലി ചിലപ്പോൾ വിളിക്കാറുണ്ട്. ഞാൻ പ്രൊഫഷണലി ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ കൗൺസിലിംഗ് അതൊക്കെ ചെയ്യുക, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് ഞാൻ. അപ്പൊ എൻ്റെ പ്രവർത്തന രംഗം അതാണ്. അപ്പൊ ചേച്ചി വിളിച്ചിട്ട് ചോദിച്ചു, പ്രിയ എനിക്ക് അർജന്റ് ആയിട്ട് ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, പറയൂ എന്താ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്, ഒരു പയ്യനാണ്, 10-21 വയസ്സായി കാണും. ആ പയ്യൻ വളരെ ഒരു 4-5 ദിവസമായിട്ട് തീരെ ഉറക്കം ഉണ്ടായിട്ടില്ല. അപ്പോൾ അവൻ ആകെ ഒരു വൈലന്റ് ആവുന്ന അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. അവൻ്റെ അമ്മയും അച്ഛനും ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുകയാണ്. ആൻഡ് ആ കുട്ടി എന്ന് പറയുന്നത് ഒരു കിഡ്നി ഫെയിലിയർ ഒക്കെ വന്നിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണ്, ബെഡ് റിഡൺ ആണ്. അപ്പോൾ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പോസിബിൾ അല്ല. അപ്പോൾ പ്രിയയ്ക്ക് സാധിക്കുകയാണെങ്കിൽ ഒന്ന് അവിടെ വരെ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ഇത് എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ, പോയാൽ വളരെ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഈ സിറ്റുവേഷന്റെ ഒരു ഭീകരത, ഒരു ഭീകരമായ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഒരു 10-27 വയസ്സേ നന്നായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ മനസ്സിന് അത്ര വലിയ ശക്തിയൊന്നുമുള്ള ഒരാളല്ല. അപ്പോൾ ഈ അസുഖങ്ങൾ അങ്ങനെ വലിയ തോതിലുള്ള ഇതുകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സ് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നും. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട്, ഒരു പരിചയമില്ലാത്ത ഒരാൾ പെട്ടെന്ന് പോയിട്ട് ഞാൻ കൗൺസിലിംഗ് ചെയ്യുമൊക്കെ ശരിയാണ്, പക്ഷെ സിറ്റുവേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പെട്ടെന്ന് എനിക്ക് നോ പറയാൻ പറ്റിയില്ല. ഒന്ന് ചെല്ലുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞു. ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചു. ഞാൻ എന്തിനും ഏതിനും ഈ 4.5 വയസ്സ് മുതൽ എൻ്റെ ഓർമ്മയിൽ ഏതിനും സ്വാമിയോട് ചോദിക്കുക എന്നുള്ള ഒരു കാര്യം ഡെയിലി റൂട്ടീനിലുള്ള കാര്യമാണ്. അപ്പൊ അന്നും അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് പൂജാമുറിയിലേക്ക് ഓടി. ഞാൻ സ്വാമിയോട് ചോദിച്ചു, സ്വാമി ഞാൻ എന്താ ചെയ്യണ്ടേ, ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്, എന്നെ കൊണ്ട് ഇത് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ? അപ്പോഴത്തേക്കും നമ്മുടെ മനുഷ്യന്റെ മനസ്സും നമ്മുടെ ബ്രെയിനും എത്രത്തോളം ചെറുതാണെന്ന് ചിന്തിക്കുക. ഞാൻ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലും ഞാൻ മറന്നുപോയി കഴിഞ്ഞു. പെട്ടെന്ന് സ്വാമി പൂജാമുറിയുടെ മുമ്പിൽ ഞാൻ ഇത് ചോദിക്കുന്ന ചോദ്യത്തിന്റെ കൂടെ തന്നെ സ്വാമിയുടെ ഉത്തരം ഇങ്ങോട്ട് വരണ പോലെ, സ്വാമിയുടെ ശബ്ദത്തിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ആ ഉത്തരം ഞാൻ കേൾക്കുകയാണ്. 1 മണിക്കൂർ മുമ്പേ അല്ലേ നീ എന്നോട് ചോദിച്ചത് എന്തെങ്കിലും ഒരു അവസരം തരുമെന്ന്, ഇത്ര പെട്ടെന്ന് നീ അത് മറന്നോ? വേഗം ചെല്ലൂ എന്ന് പറയുന്ന ഒരു ഇന്നർ വോയിസ്, ഭഗവാന്റെ ഒരു ഇന്നർ വോയിസ് ഞാൻ കേൾക്കുക. പിന്നെ രണ്ടാമതൊന്നും ചിന്തിച്ചില്ല, പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി വേഗം ആ ചേച്ചിയെ തിരിച്ചു വിളിച്ചു. വീണ്ടും ആ വീട്ടിലേക്കുള്ള വഴി ഞാൻ ചോദിച്ചു. അങ്ങനെ ഞാൻ ഇറങ്ങി ഓടുകയാണ്. നമുക്ക് ഓടിയ പെട്ടെന്ന് എത്താവുന്ന ഒരു വഴി, കാരണം സിറ്റുവേഷൻ ഇത്തിരി അർജന്റ് ആണെന്ന് തോന്നി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓടി അവരെ വീട്ടിൽ അവിടെ എത്തി നോക്കുമ്പം അവര് അപ്സ്റ്റെയറിലാണ് താമസിക്കുന്നത്, ഒരു വീടിന്റെ അപ്സ്റ്റെയറിലാണ് താമസിക്കുന്നത്. അപ്പൊ കോണിയുടെ അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. ഇവരെനിക്ക് മുൻപരിചയമില്ല.
അവര് ബാക്ക്ഗ്രൗണ്ട് അറിയില്ല, ഒന്നും അറിയില്ല, ഇത്രയും ഡീറ്റെയിൽസ് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഞാൻ ഓടി സ്റ്റെപ്പ് കയറി പോകുമ്പോഴത്തേക്കും അവിടുന്ന് ഈ പയ്യന്റെ അമ്മയായിരുന്നു അത്. അവര് ചോദിച്ചു പ്രിയ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, വേഗം വരൂ, അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് അവര് വിളിച്ചു. അവര് അകത്തേക്ക് എത്തി. ഞാൻ കോണിയുടെ വാതിക്ക നിൽക്കുമ്പോഴത്തേക്ക് അവർ ഉറക്കെ കരഞ്ഞ് ഉറക്കെ ദേഷ്യപ്പെടുന്നുണ്ട്. അവര് എന്തൊക്കെയാണ് അവര് വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റുന്നത് അതൊക്കെ. എന്നെ 4 ദിവസമായി എന്നെ ഉറക്കിയിട്ട് അവൻ മോനെ പറ്റി ഒരു സഹതാപ വാക്കുകളല്ല അവരെന്നോട് പറഞ്ഞത്, ഭയങ്കരമായ കംപ്ലൈന്റ്സ് ആണ്. അത്രയ്ക്കും ഗതികെട്ട ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് എനിക്ക് മനസ്സിലായി പൂർണ്ണമായിട്ടും. അപ്പൊ ഭയം ഉള്ളിൽ കൂടിക്കൂടി വരികയാണ്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ചേച്ചി വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞു അതിലേറെ കഷ്ടമായിട്ടുള്ള ഒരു സ്ഥിതി, ഈ മോന്റെ അമ്മ ഒരു ലുക്കേമിയ പേഷ്യന്റ് കൂടിയാണ്, അതായത് ബ്ലഡ് ക്യാൻസർ ഉള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അവർക്കും അവരുടെ ആരോഗ്യവും വളരെ മോശമാണ്, അവരുടെ സാമ്പത്തിക അവസ്ഥയും വളരെ മോശമാണ്. അപ്പോൾ അത് വലിയൊരു നമുക്ക് ഒട്ടും പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഈ സ്റ്റെപ്പിന്റെ അവിടെ കിടന്ന് ഇവര് ഉറക്കെ കരയും ബഹളം വെക്കുകയും ചെയ്യുന്നുണ്ട്. ഉള്ളിൽ നിന്ന് ഈ മോന്റെ ഒച്ചയും ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ കംപ്ലീറ്റ്ലി ഞാൻ ബ്ലാങ്ക് ആയി തുടങ്ങി എൻ്റെ മനസ്സിൽ. പിന്നെ ഞാൻ അകത്തേക്ക് വരൂന്ന് അവര് വിളിക്കുമ്പോൾ ഞാൻ ഈ വീട്ടിനകത്തേക്ക് കയറി. ഞാൻ നേരെ നോക്കുമ്പോൾ ഈ മോന്റെ വീടിന്റെ ഡോറിന്റെ നേരെ മുകളിൽ സ്വാമിയുടെ സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. സ്വാമി. അത് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ സ്വാമിയുടെ കലണ്ടർ, സ്വാമിയുടെ കുറെ ഫോട്ടോസ്. ഞാൻ പെട്ടെന്ന് ഐ വാസ് ടേക്കൺ ബാക്ക്. ഓക്കെ, സ്വാമിയുടെ ഡിവോട്ടീസ് ആണോ ഇവര്? ആയിരിക്കുമല്ലോ, ഡെഫിനറ്റ്ലി സ്വാമിയുടെ പിക്ചേഴ്സ് കാണുന്നുണ്ടെങ്കിൽ സ്വാമിയുടെ ഡിവോട്ടി ആയിരിക്കും. അപ്പോൾ എനിക്ക് ഒരു ഉള്ളിൽ എവിടെയോ ഒരു ധൈര്യം എൻ്റെ ഉള്ളിൽ വന്നു, കാരണം സ്വാമി തന്നെയാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ ഞാൻ ആ മുറിയുടെ അകത്തേക്ക് കടന്നു. അപ്പോൾ അവൻ വേദന കൊണ്ട് കരയുന്നുണ്ട്, ആ പയ്യൻ. അവൻ്റെ അമ്മ കംപ്ലൈൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവൻ്റെ അമ്മ കട്ടിലിന് താഴെയാ കിടക്കുക. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് രാത്രി അവർ ജോലി ചെയ്യേണ്ടതിൻ്റെ ഇടയിൽ, ഈ അസുഖത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലും അവർ ജോലി ചെയ്യേണ്ട സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അപ്പൊ ജോലിക്ക് പോകാൻ പറ്റണില്ല. 4 ദിവസമായി. അപ്പൊ ഇവൻ കടന്ന് കുറച്ചൊരു വയലന്റ് ഔട്ട് ബേസ്റ്റ് പോലെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ കണ്ട വഴി അവൻ കരച്ചിൽ മാത്രമായിട്ട് ഒതുക്കി. പിന്നെ അവിടെ കുറച്ച് സമയം പിന്നെ അവൻ ഇങ്ങനെ എന്ത് പറയണമെന്നോ എന്താന്നോ എനിക്ക് അറിയാതെ നിൽക്കുമ്പോൾ എനിക്ക് സ്വാമി ഉള്ളിൽ, എൻ്റെ സ്വാമി എന്നെ ഹെൽപ്പ് ചെയ്യണേ, ഭഗവാൻ സംസാരിക്കണേ എന്ന് ഞാൻ ഉള്ളിൽ പറഞ്ഞുകൊണ്ട്, പിന്നെ അവൻ എൻ്റെ നേർക്ക് കൈ നീട്ടുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ അവൻ്റെ കയ്യിലേക്ക് മുറുകെ അവനെ കൈ ഞാൻ കൊടുത്തപ്പോൾ അവൻ എൻ്റെ കൈ മുറുകെ പിടിച്ചു. അപ്പൊ അപ്പോഴത്തേക്കും അമ്മ ഒരു കസേര എടുത്ത് എൻ്റെ അടുത്ത് ബെഡിന്റെ അടുത്തിട്ട് വന്നു, ഇവിടെ ഇരിക്കുന്നു. അപ്പൊ അവൻ കാത്തീഡ്രൈസ് ചെയ്തിരിക്കുകയാണ്, യൂറിൻ ബാഗും എല്ലാം ആയിട്ടാണ് കിടക്കണത്. മേരും ദേഹത്തൊക്കെ നീരും എല്ലാം ആയിട്ടാണ് കിടക്കണം. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിൽ കരിവാളിച്ച മുഖമൊക്കെ ആയിട്ട് 3 ഡയാലിസിസ് ആഴ്ചയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വേദനയുണ്ട് അവന്. അപ്പൊ അവൻ കരയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സ്വാമിയെ വിളിക്കാറില്ലേ എന്ന് ചോദിച്ച് ഞാൻ തുടങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ എന്ത് സംസാരിച്ചു എന്നോ പിന്നെ അവിടെ എന്താ സംഭവിച്ചതെന്നോ സത്യം പറഞ്ഞാൽ കോൺഷ്യസ്ലി എനിക്കറിയില്ല. അത് പിന്നെ അങ്ങനെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ സംസാരിച്ചു ഞാൻ. ഈ അമ്മയും മകനും, അച്ഛൻ ഒരു സൈഡിൽ അവിടെ വളരെ നിസ്സഹായനായിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അച്ഛനെ ഞാൻ ശ്രദ്ധിച്ചില്ല സത്യം പറഞ്ഞാൽ. അപ്പൊ ഞങ്ങൾ സംസാരിച്ച് വന്നു. പിന്നെ പെട്ടെന്ന് അമ്മ പെട്ടെന്ന് പറയാണ് അവന് ഭജന ഭയങ്കര ഇഷ്ടമാണ്, അവൻ ഈ കാസറ്റ്സ് വെച്ചിട്ട് എപ്പോഴും കേട്ടോണ്ടിരിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചു ഞാനൊരു ഭജന പാടി തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു ചേച്ചി പാടൂ എന്ന് പറഞ്ഞിട്ട് എന്നോട് പാടാൻ പറഞ്ഞു. ഞാനൊരു ഭജന പാടി. അപ്പൊ അവൻ പറഞ്ഞു ഞാനും പാടും ചേച്ചി, എനിക്ക് പാടിത്തരൂ. അങ്ങനെ ഞങ്ങളുടെ കോൺവെർസേഷൻ അങ്ങനെ മൂവ് ഓൺ ചെയ്ത് വന്നപ്പോ അവന്റെ മുഖത്തൊരു എന്തെന്നില്ലാത്ത സന്തോഷം. അപ്പൊ അവന്റെ അമ്മ വിഭൂതി എടുത്തുകൊണ്ട് വന്നു. അവൻ സ്വന്തം തന്നെ നെറ്റിയിൽ അത് തൊട്ടു. പ്രത്യേക ഒരു തേജസ് അവന്റെ മുഖത്ത് വരുന്നതായിട്ട് എനിക്കും ഫീൽ ചെയ്തു. അവന്റെ അമ്മയും വളരെ ശാന്തമായി വരണത് കണ്ടു. അങ്ങനെ ആ സിറ്റുവേഷൻ ഒരുവിധം ശാന്തമായപ്പം നോക്കുമ്പോൾ ഏകദേശം 1.5-2 മണിക്കൂറായി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഇറങ്ങട്ടെ, പിന്നൊരു ദിവസം ഞാൻ ഇറങ്ങാം, സമാധാനമായിട്ട് ഉറങ്ങണം, അമ്മയെ ഡിസ്റ്റർബ് ചെയ്യരുത്, മോനും സുഖമായിട്ട് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിന്നെ ആ ചിന്തകൾ നമ്മളെ കുറച്ച് സമയത്തേക്ക് അത് വിട്ടു പോവില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ വന്നു. പിന്നെ ഇങ്ങനെ ഇരുന്ന് ഇത് തന്നെ ചിന്തിച്ചു. രാത്രി കിടന്നു, ഉറക്കം വരുന്നില്ല എനിക്ക്. അതിന് ഞാൻ നാമം ചൊല്ലി സായിരാം ചൊല്ലി അങ്ങനെ ഉറങ്ങിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സ്വപ്നം വരികയാണ്. സ്വാമി സ്വപ്നത്തിൽ വരിക. സ്വാമി വന്ന് നേരെ എൻ്റെ അടുത്തേക്ക് വന്നു, പാദ നമസ്കാരം എടുക്കാൻ പറഞ്ഞു. സ്വാമി മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ആ പുഞ്ചിരി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, എന്നോടൊന്നും പറഞ്ഞില്ല, എൻ്റെ നേരെ ഇങ്ങനെ കൈ നീട്ടി. അപ്പൊ ഞാൻ വേഗം സ്വാമിയുടെ കയ്യിലേക്ക് എൻ്റെ കൈകൾ ഞാൻ ഇങ്ങനെ കൊടുത്തു. സ്വാമി എന്നെ ഇങ്ങനെ മുറുകെ കൈ അങ്ങോട്ട് പിടിച്ചു. അപ്പൊ എനിക്ക്
ആ മൊമെന്റിൽ എനിക്ക് മനസ്സിലായി, ഞാൻ ആ മോന്റെ കൈ പിടിച്ചത് അതേ ഫീലായിരുന്നു സ്വാമിയുടെ കൈ ഞാൻ പിടിച്ചപ്പോ, അല്ലെ സ്വാമി എന്നെ ആ ഇറുക്കി എന്റെ കൈ ഇങ്ങനെ പിടിച്ചപ്പോ. പിന്നെ പെട്ടെന്ന് ഞാൻ ഉണരുകയാണ്, സ്വപ്നത്തിൽ നിന്ന് ഉണരുകയാണ്. ഉണർന്നു കഴിയുമ്പോഴും എന്റെ കയ്യിൽ സ്വാമിയുടെ കൈകളുടെ ആ ഫീലിംഗ് എനിക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ആ ഇൻ ബിറ്റ്വീൻ എനിക്ക് തോന്നുന്നു ഒരു 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ആ ഉണർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരുപാട് ഇൻസൈറ്റ്സ് എനിക്ക് ഭഗവാൻ തരികയാണ്. അതായത് അവിടെ ഞാൻ ആ സറണ്ടർ ചെയ്തതിന്റെ ഫലമായിട്ടായിരിക്കാം അവിടെ ഞാൻ ചെന്ന മുതൽ എൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിച്ചത് എൻ്റെ കൈകളിലൂടെ അവനെ സ്പർശിച്ചത് അതൊന്നും ഞാനായിരുന്നില്ല. കാരണം എൻ്റെ ഉള്ളിൽ അത്രയും കൊടുക്കാനുള്ള പ്രേമം എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ സ്വാമി എന്നിലൂടെ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ സ്വാമി തന്നെയായിരുന്നു അവന് ആ ആശ്വാസം കൊടുത്തതെന്ന് ഞാൻ ആ സമയത്ത് ഉറക്കണീറ്റിരുന്ന് ഞാൻ മനസ്സിലാക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാലത്ത് എഴുന്നേറ്റ് എനിക്ക് ആദ്യം ഫോൺ കോൾ വരികയാണ്. കാലത്ത് തന്നെ, വളരെ നേരത്തെ തന്നെ, ഒരു 8 മണി 9 മണി ആയപ്പോൾ ഇതേ ചേച്ചി, തലേദിവസം എന്നെ വിളിച്ച ചേച്ചി തന്നെ എന്നെ വിളിച്ച് പറയാണ്, വളരെ 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 താങ്ക്സ് പ്രിയ. കാരണം അവര് ഒരു 5 ദിവസത്തിന് ശേഷം അവർ ഇന്നലെ 2 പേരും സുഖമായിട്ട് ഉറങ്ങിയെന്ന്. എനിക്ക് ഒന്നും മറുപടി പറയാനുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം അത് എൻ്റെ കഴിവല്ല. പറയുമ്പോൾ ഇപ്പോഴും കൂടെ എനിക്ക് ചോക്ക് ചെയ്യാണ്, പറയാൻ പറ്റുന്നില്ല. കാരണം അത് ഒരിക്കലും എൻ്റെ കഴിവല്ല. അല്ലെങ്കിൽ നമ്മുടെ പൂർണ്ണമായ സറണ്ടറിൽ സ്വാമി നമ്മളിലൂടെ പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് പൂർണ്ണമായിട്ട് എനിക്ക് ഉറപ്പിച്ചു തന്നത് എൻ്റെ സ്വപ്നം കൂടിയായിരുന്നു. എനിക്ക് സ്വപ്നത്തിൽ സ്വാമി കൈ പിടിച്ചപ്പോഴാണ് ആ ഇൻസിഡന്റും ഈ അനുഗ്രഹവും സ്വാമി എന്തിനാണെന്ന് കണക്ട് ചെയ്ത് എനിക്ക് തന്നത്. അങ്ങനെ ഇത് ഒരുപാട് അനുഭവങ്ങളിൽ ഒരു അനുഭവം എന്ന് പറയാവുന്ന ഒരു എന്നും മനസ്സിൽ. പിന്നീട് ആ മോൻ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുമായിരുന്നു. ഞാൻ അവിടെ പോവുമായിരുന്നു. അവരുടെ അമ്മയ്ക്കും അവനും മോനും അച്ഛനും ഒക്കെ ഒരുപാട് ഞങ്ങൾ തമ്മിൽ ആ ഒരു ആത്മബന്ധം ഉണ്ടായി തുടങ്ങി. പിന്നെ അവനിപ്പോൾ ഇല്ല, ജീവിച്ചിരിപ്പില്ല, അവൻ മരിച്ചു, ഭഗവാനിലേക്ക് ലയിച്ചു. അവന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പുട്ടപർത്തി വരണം, സ്വാമിയെ കാണണം, എന്നോട് കുറെ നിർബന്ധിച്ചു. പക്ഷെ അവന്റെ ആരോഗ്യസ്ഥിതി ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലായിരുന്നില്ല അവൻ. അപ്പോൾ ഈവൻ ലാസ്റ്റ് ഡയാലിസിസ് കഴിഞ്ഞ് വളരെ സീരിയസ് ആയ സമയത്ത് പോലും ICUവിൽ അവൻ എന്നെ കാണണം എന്ന് പറഞ്ഞ് ഞാൻ പോയി കണ്ടു. അപ്പോഴൊക്കെ എനിക്കറിയായിരുന്നു ഇത് സ്വാമി നേരിട്ട് എന്നുള്ളതിന് പകരം എന്നിലൂടെ ആ സ്നേഹം അവന് കൊടുക്കുകയായിരുന്നു എന്നുള്ളത് പൂർണ്ണ ബോധ്യമാണ്. അങ്ങനെ ഇത് ഒരു ഇൻസിഡന്റ് മാത്രമാണ്. പക്ഷെ ജീവിതത്തിൽ ഞാൻ അങ്ങനത്തെ ജീവിതത്തിൽ ഓരോ സർവീസസ് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുകയാണെങ്കിൽ പോലും അത് ഏറ്റവും കൂടുതൽ നമ്മളെ ഒരുക്കിയെടുത്ത് ഏറ്റവും മനോഹരമായ ഒരു ഇൻസ്ട്രുമെന്റ് ആക്കി നമ്മളെ മാറ്റുന്ന ഒരു പ്രക്രിയയാണ്, നമ്മളെ സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഭഗവാൻ ചെയ്യണത് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും സേവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനുള്ള ഒരുപാട് അവസരങ്ങളും ഒരുപാട് അനുഭവങ്ങളും ജീവിതത്തിൽ അതിനുശേഷവും അതിനു മുമ്പും ഒക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനിയും നമ്മളെ ഓരോരുത്തരെയും നമ്മൾ ഭഗവാൻ ഇങ്ങനെ നിന്നു കൊടുത്താൽ മാത്രം മതി. ഭഗവാൻ ചിലപ്പോൾ അടിച്ചു എന്നിരിക്കും, ഭഗവാൻ ചിലപ്പോൾ നമ്മളെ തീയിലിട്ട് ഉരുക്കിയെടുത്തു എന്നിരിക്കും. അതൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി തരണം എന്നും അതിലൂടെ നമ്മളെ ഭഗവാന്റെ കയ്യിൽ ഒതുങ്ങി അവിടെ ഇരുന്നു കൊടുത്താൽ മാത്രം മതി ഭഗവാൻ നമ്മളെ ഏറ്റവും മനോഹരമായ ഭഗവാൻ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ഇൻസ്ട്രുമെന്റായി അല്ലെങ്കിൽ ഒരു ആഭരണമായി ഭഗവാൻ നമ്മളെ തന്നെ മാറ്റി ഭഗവാൻ തന്നെ അത് അണിയുമ്പോൾ നമുക്കത് എത്രത്തോളം അതാണ് ഒരു ജന്മത്തിന്റെ ഉദ്ദേശം എന്ന് ഉള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇനിയുള്ള ജീവിതത്തിലും ഈ നിമിഷം വരെയും ഭഗവാൻ ഇല്ലാത്ത ഒരു നിമിഷം എനിക്കറിയാം. ഓരോ സായി ഡിവോട്ടിയുടെ ജീവിതത്തിലും അത് തന്നെ ഉണ്ടാവുള്ളൂ. ഓരോ നിമിഷവും നമുക്ക് എന്തും സ്വാമിയായിട്ട് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ അനുഭവങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളാൽ
നമ്മളെ കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യാനൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമ്മൾക്ക് ആർക്കും തന്നെ അറിയില്ല. അപ്പോൾ ആ ഇൻസ്ട്രുമെന്റ് ആയിട്ട് നിന്നു കൊടുത്താൽ മാത്രം പൂർണ്ണമായ ആ ഒരു സമർപ്പണം, സറണ്ടർ ഉണ്ടാവണം എന്ന് സ്വാമി എപ്പോഴും പറയും. പകുതിയായിട്ട് ഞാൻ കുറച്ച് ചെയ്തോളാം എന്നുള്ളതല്ല, പൂർണ്ണമായിട്ട് സ്വാമി ഒരു ഓടക്കുഴൽ പോലെയായി നമ്മൾ നിന്നു കൊടുത്താൽ സ്വാമി മനോഹരമായ ഗാനം അതിലൂടെ പൊഴിക്കും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല എന്നുള്ളത് എൻ്റെ ഇത്രയും നാളത്തെ ഈ ചെറിയൊരു ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് അറിയാം. പിന്നെ എന്ത് ചെറിയ കാര്യം നമ്മൾ ഭഗവാന് വേണ്ടി സ്വാമിക്ക് സന്തോഷമാവാൻ വേണ്ടി ചെയ്തോ അതിന് 100 1000 മടങ്ങ് നമുക്ക് തിരിച്ച് ആ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതും എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. അപ്പം ഇങ്ങനത്തെ കുറേ അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്നറിയാം. അപ്പൊ ഭഗവാൻ എല്ലാവരെയും ആ ഒരു ഏബിൾ ആൻഡ് നോബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്കി ഭഗവാൻ മാറ്റട്ടെ എന്നും എന്നും സ്വാമിയുടെ പാദങ്ങളിൽ ലയിക്കാൻ, ഈ ജന്മത്തിൽ തന്നെ ലയിക്കാൻ സാധിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നു. ജയ് സായിരാം. സായിരാം പ്രിയ, വളരെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു. താങ്ക് യു സോ മച്ച് സായിരാം. സായിരാം. ఈశ్వరుడున్నాడు. Here is Ishvara. ఇతని వాహనము ఏది? నంది. The chariot of Ishvara is Nandi. అనగా భౌతిక లౌకిక దృష్టి చూస్తే వీళ్ళ వాహనాలు, వీళ్ళ యొక్క పరిస్థితులు లౌకికంగానే మనం కూడాను దాన్ని ఆదర్శంగా తీసుకోవాలి. Though they are from the worldly sense, we have to consider them as ideals in our worldly life. పార్వతి వాహనము సింహము. The chariot of Parvati is the lion. సుబ్రహ్మణ్య వాహనము నెమలి. The chariot of Subramanya is peacock. వినాయకుని వాహనము ఎలుక. It is the mouse that happens to be the chariot of Vinayaka. ఇలాంటి వాహనాలను ధరించి జగత్తునంతా సంచరిస్తూ కుటుంబమును పోషిస్తూ అన్యోన్యతను బోధిస్తూ జీవితాన్ని ఆదర్శంగా అందిస్తూ వచ్చారు. With these chariots, they went on moving all over the universe, sustaining the entire world, and they proved to be ideals to the rest of the universe. ఈ దేవీ వాహనము సింహం. It is the lion which is the chariot of Devi. ఈశ్వరుని వాహనము నంది. Nandi is the chariot of Ishvara. నంది అనగా బుల్. Nandi is the bull. ఈ యొక్క పశువును చూస్తే సింహం ఊరుకోదు. The lion would not remain like that watching the bull. ఈ సింహంను చూస్తే నంది చాలా భయపడిపోతుంది. Bull will be fear stricken on watching the lion. ఇలాంటి భయములు ఏమాత్రము లేకుండా ధైర్యంగా ఆ యొక్క వాహనం లేనటువంటి యొక్క ప్రాణులు కూడాను అన్యోన్యతగా జగత్తునకు ఆదర్శాన్ని అందిస్తూ వచ్చారు. These chariots, though they were contradictory, afraid of each other, but still they lived in unison. ఏమాత్రము భయం కానీ ఏమాత్రము దిగులు కానీ వాటికి వచ్చేటువంటివి కాదు. They had no worry, anxiety or fear. కుమారుడు యొక్క వాహనం చూసినప్పుడు మీకు తెలుసును. You know the chariot of the sun. నెమలి వాహనము సుబ్రహ్మణ్యుడు. And the chariot of Subramanya is peacock. ఈ పీకాకు చూస్తే తండ్రి యొక్క ఆభరణములైనటువంటి సర్పములు చాలా బుసకొడతాయి. The snakes of the father and the peacock of the son are opposed to each other. ద్వేషములు వస్తున్నాయి. And they have hatred towards each other. ఇంతియే కాకుండా గణపతి వాహనము ఎలుక. And the chariot of Ganapati is the rat. ఈ ర్యాట్ను అనగా ఎలుకను చూస్తే పాము ఊరుకుండదు. And the snake would not keep quiet on watching the rat. ఈ రెండింటికి చాలా పరమ విరోధము. They are opposites, the two of them. ఇట్టి విరోధమైనటువంటి ఒక కుటుంబములు ఏనాడు కూడాను కలహింపలేదు. Though with all contradictions, they never fought with each other. ఎవరికి ఎవరి కర్తవ్యాన్ని వారు నిర్వర్తించుకుంటూ జగత్తునకు ఆనందాన్ని అందిస్తూ వచ్చారు. They discharge their duties on their own and set an ideal to the world. പ്രിയ ഭജന പാടിക്കോളൂ മോളെ. സായിരാം. അന്തരംഗ സായി അനാഥനാഥ സായി, അന്തരംഗ സായി അനാഥനാഥ സായി, ദീനബന്ധു സായി കരുണ സിന്ധു സായി,
दीनबन्धु साई करुण सिन्धु साई अन्तरङ्ग साई अनाथनाथ साई रामकृष्ण शिव शक्ति प्रेम रूप साई रामकृष्ण शिव शक्ति प्रेम रूप साई युग अवतार बाबा श्री सत्य साई युग अवतार बाबा श्री सत्य साई अंतरंग साई अनाथनाथ साई दीनबंधु साई करुण सिंधु साई अंतरंग साई अनाथनाथ साई रामकृष्ण शिव शक्ति प्रेम रूप साई युग अवतार बाबा श्री सत्य साई युग अवतार बाबा श्री सत्य साई अंतरंग साई अनाथनाथ साई साईराम. താങ്ക് യു പ്രിയ, മനോഹരം. സായി ഉപമ. അദ്വൈതത്തിലെത്തുന്നതിന് 3 പടികളുണ്ട്. ഒന്നാമത്തേത്, ഞാൻ അങ്ങയുടേതാണ്, അങ്ങ് എൻ്റെ പ്രഭുവാണ്, ഞാൻ ദാസനാണ്, അങ്ങ് എൻ്റെ യജമാനനാണ്, ഞാൻ ബന്ധനസ്ഥനാണ്. ഈ മാനസിക നിലപാട് നിങ്ങളുടെ അഹംബുദ്ധിയെ വരുതിയിലാക്കും, നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും പ്രയോജനകരമാക്കും. ഇതാണ് മാർജാര കിഷോര എന്ന ആത്മീയ നിലപാട്. ഒരു പൂച്ചക്കുഞ്ഞ് തള്ളപ്പൂച്ചയെ ആശ്രയിക്കുന്നത് പോലെ അവബോധം തീരെ ഇല്ലാത്ത സമ്പൂർണമായ സമർപ്പണമാണ് ഈ നിലപാടിൽ ആവശ്യമായിരിക്കുന്നത്. അങ്ങ് എൻ്റേതാണ്, ഇതാണ് രണ്ടാമത്തെ നിലപാട്. ഇവിടെ തിരമാല കടലിൻ്റെ സഹായം തൻ്റെ അവകാശമായി കരുതുന്നത് പോലെയുള്ള നിലപാടാണ്. ഈശ്വരന് വ്യക്തിയെ നയിക്കുകയും രക്ഷിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വമുണ്ട്. വ്യക്തി രക്ഷിക്കുവാൻ യോഗ്യനാണ്, ഈശ്വരൻ അതിന് ബാധ്യസ്ഥനാണ്. അങ്ങ് എൻ്റേതാണ്, ഞാൻ അങ്ങയെ വിട്ടു പോവില്ല, ഞാൻ അങ്ങയെ എൻ്റെ ഹൃദയത്തിൽ ബന്ധനസ്ഥനാക്കും, അങ്ങേക്ക് രക്ഷപ്പെടുവാനാകില്ല എന്നാണ് ഭക്തസൂരദാസ് ശ്രീകൃഷ്ണനോട് പറഞ്ഞത്. മൂന്നാമതായി, അങ്ങും ഞാനും ഒന്നാണ്, ഞാൻ അങ്ങയുടെ പ്രതിബിംബമാണ്, അങ്ങാണ് യാഥാർത്ഥ്യം, എന്നിൽ എൻ്റേതായി എനിക്ക് ഒന്നും തന്നെ ഇല്ല, എനിക്ക് പ്രത്യേകമായ വ്യക്തിത്വമില്ല, ഇവിടെ ദ്വൈതഭാവം ഇല്ല, എല്ലാവരും ഏകമാണ്, ദ്വൈതഭാവം ഒരു ഭ്രമമാണ്, മായയാണ്. ജയ സായിരാം. സായിരാം. ശാന്തി മന്ത്രം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.